സോ 15,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റായിട്ടുള്ള വാല്യൂ ഫോർ മണി ഫോൺസ് നോക്കുന്നുണ്ടോ? എന്നാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ടോപ്പായിട്ടുള്ള 5 ബെസ്റ്റായിട്ടുള്ള സ്മാർട്ട് ഫോൺസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 5 ബ്രാൻഡ് 5 ഫോൺസാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് നിൽക്കുന്നൊരു ഫോൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ഒന്നും എന്തായാലും കൊടുക്കണ്ട. പക്ഷേ ഞാൻ ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ കൊടുക്കുന്നില്ല. കാരണം 5 ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് പറയുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ പോക്കോയുടെ X6 Neo 5G എന്ന ഫോൺ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡ്, പക്ഷേ കാണാൻ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കായിട്ടുള്ള ഒരു ഗ്ലാസ് ഫിനിഷ് പോലെയൊക്കെ തോന്നിക്കുന്ന ആ ഒരു നല്ലൊരു ലുക്ക് ഫോണിന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഫോണിന് കൊടുത്തിട്ടുണ്ട്. 108 MB പ്രൈമറി ക്യാമറ, 2 MB മാക്രോ ക്യാമറയാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് 16 MB സെൽഫി ക്യാമറ സെൻട്രൽ അലൈനായിട്ട് പഞ്ച് ഹോൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ പെർഫോമൻസ് MediaTek Dimensity 6080 എന്ന പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ ഒരു Antutu ബെഞ്ചുമാർക്ക് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 4,13,000 എബോ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. പിന്നീട് 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 8GB 128GB വേരിയൻ്റാണ് വരുന്നത്. ഈ ഒരു വേരിയൻ്റെ പ്രൈസ് 15,999 ആണ്. പക്ഷേ ഓഫർ ടൈമിൽ നമുക്ക് 15,000 രൂപയ്ക്ക് താഴെയും കിട്ടാറുണ്ട്. അപ്പം പോക്കോയുടെ ഫോണിലെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നോക്കുക അങ്ങനത്തെ ഇഷ്യൂ വരുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം അവരുടെ സോഫ്റ്റ്വെയറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. അപ്പം അതൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങാം. എല്ലാത്ത രീതിയിലും ബെസ്റ്റായിട്ട് ഡിസ്പ്ലേ സെറ്റപ്പ് ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നത് 20,000 രൂപ റേഞ്ചിലൊക്കെ കണ്ടുവന്ന ആ ഒരു സെയിം ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്കിവിടെ 15,000 രൂപക്ക് കിട്ടുന്നുണ്ട്. അപ്പം നല്ല ഡിസ്പ്ലേ സെറ്റപ്പും നല്ല പെർഫോമൻസും നല്ല ബാറ്ററി ക്യാമറ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോണായിട്ട് തന്നെയാണ് പോക്കോ X6 Neo 5G എന്ന ഫോൺ കാണേണ്ടത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഒരു ടോപ്പായിട്ടുള്ള ഫോണെന്ന് നമുക്ക് വേണമെങ്കിൽ ടോപ്പായിട്ടുള്ള ഫോൺ തന്നെയാണ്. സോ പോക്കോ ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റായിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത്. സോ ഇനി അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ F50 5G എന്ന ഫോണാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡ്, പക്ഷേ കാണാൻ നല്ല സാംസങ്ങിൻ്റെ ഒരു പ്രീമിയം ഫോൺസിൻ്റെ ആ ഒരു ലുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. അതായത് S സീരീസ് ഫോണിലൊക്കെ ആ ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. കാണാൻ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ലുക്ക് വരുന്നുണ്ട്. ദെൻ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. സോ നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് സാംസങ് ഫോൺ ആയതുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആകെ ഈ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാംസങ് ഫോൺ മാത്രമേ ഉള്ളൂ എന്ന് സാംസങ് അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് വേറൊരു ഫോണും. ഞാൻ പ്രൈസ് റേഞ്ച് പറഞ്ഞിട്ടില്ല, അപ്പം പ്രൈസ് റേഞ്ച് പറയാം. ബട്ട് ആ റേഞ്ചിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ. ദെൻ ക്യാമറ 15 MB ആണ് പ്രൈമറി ക്യാമറ, 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 MB മാക്രോ ലെൻസും റിയറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് 13 MB സെൽഫി ക്യാമറ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നോർമലി ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ എല്ലാ ഫോണിലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഒഴിവാക്കുന്നുണ്ട്, പക്ഷേ സാംസങ് ഇപ്പോഴും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നീട് പെർഫോമൻസ് MediaTek Dimensity 6100+ എന്ന പ്രോസറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. ഈ ഒരു ഫോണിൻ്റെ Antutu ബെഞ്ചുമാർക്ക് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 3,17,000 എബോ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഈ ഒരു റേഞ്ചിലെ നല്ലൊരു പ്രോസർ തന്നെയാണ്. ഗെയിമിങ്ങിനാണെങ്കിൽ തന്നെ ഈ ഒരു പ്രൈസ് ഞാൻ പറയുന്നില്ല, ലാസ്റ്റ് പറയാം. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. ദെൻ ബാറ്ററി 5000 mAh ബാറ്ററിയും 6000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് ഫോൺ ആയതുകൊണ്ട് തന്നെ ബോക്സിനകത്ത് ചാർജർ ഇല്ല. ഇനി പ്രൈസ് 4GB 128GB വേരിയൻ്റാണ് ബേസ് മോഡലായിട്ട് വരുന്നത്. ഈ ഒരു വേരിയൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 12,999 ആണ്. പിന്നീട് ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 6GB 128GB വേരിയൻ്റ് ഉണ്ട്. ഈ ഒരു വേരിയൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 14,499 ആണ്. അപ്പം 13,000 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഇത്രയ്ക്കും സ്പെസിഫിക്കേഷനൊക്കെ തന്നെ വരുന്നുണ്ട്. അതായത് സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല പെർഫോമൻസും വരുന്നുണ്ട്, നല്ല ബാറ്ററിയും. അതും ഒരു സാംസങ് ഫോണാണെന്ന് കൂടി ഓർക്കണം. കാരണം സാംസങ് അത്രക്കും നല്ല ഫോൺസ് അങ്ങനെ ഇറക്കാറില്ല, ചിലപ്പോൾ മാത്രമേ ഇറക്കാറില്ല. അപ്പോൾ അതിലൊരു ബെസ്റ്റ് ഫോണാണ് F15 എന്ന ഫോൺ. അപ്പം ഒന്നും നോക്കേണ്ട, സാംസങ് ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി പോയി വാങ്ങാൻ പറ്റിയ ഫോൺ. എടുക്കുന്ന സമയത്ത് ആ ഒരു 6GB വേരിയൻറ്റ് മാത്രം എടുക്കുക, ബേസ് മോഡൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഒക്കെ ഒരു 4GB എന്നൊക്കെ പറയുന്നത് അത്ര വേണ്ട. 6GB വേരിയൻ്റ് തന്നെ എന്തായാലും പോയിട്ട് എടുക്കുക. സ്റ്റോറേജ് എന്തായാലും ഒറ്റൊന്നല്ലേ ഉള്ളൂ. അപ്പം ഹയർ വേരിയൻ്റ് തന്നെ പോയിട്ട് എടുക്കുക, കാരണം അത്രയും പ്രൈസ് ഡിഫറൻസും വരുന്നുള്ളൂ.
ഓഫറാണെങ്കിൽ ഇതിനും കാട്ടി കുറച്ച് എന്തായാലും ഈ ഒരു ഫോൺ കിട്ടാറുണ്ട്. സോ ഇതിനൊരു ലിസ്റ്റിൽ അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ നാസോ 16 5G എന്ന ഫോണാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിനാണ് ബിൽഡ്, കാണാൻ നല്ലൊരു പ്രീമിയം ലുക്കായുള്ള ഫോൺ തന്നെയാണ്. റിയൽമി ഫോണിലൊക്കെ നമ്മൾ ഇപ്പം കണ്ടുവരുന്ന ആ ഒരു സെയിം പാറ്റേണുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിലും കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക്കാണ് നേരത്തെ പറഞ്ഞു. ദെൻ ഡിസ്പ്ലേ 6.43 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് വരുന്നുണ്ട്. ദെൻ ക്യാമറ 64 MB പ്രൈമറി ക്യാമറ, 2 MB മാക്രോം, 16 MB സെൽഫി ക്യാമറയാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ദെൻ പെർഫോമൻസ് മിയൽടെക്കിൻ്റെ ഡയമൻസിറ്റി 6020 എന്ന പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ആൻറ്റു ബെഞ്ചുമാർക്ക് സ്കോർ പറയുകയാണെങ്കിൽ 3,17,000 എബോ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള പ്രോസർ തന്നെയാണ്. അങ്ങനെ കുറച്ച് പറയാനൊന്നുമില്ല, നല്ല ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസർ തന്നെയാണ്. ദെൻ ബാറ്ററി 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൈസ് പറയുകയാണെങ്കിൽ 8GB 128GB വേരിയൻ്റാണ് ബേസ് മോഡലായിട്ട് വരുന്നത്. ഈ ഒരു വേരിയൻ്റെ പ്രൈസാണ് 15,499 ആ റേഞ്ചാണ് വരുന്നത്. അപ്പം ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓഫർ സമയത്ത് നമുക്ക് ഇതിൻ്റെ താഴെ കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ റിയൽമി ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റായുള്ള ഓപ്ഷൻ തന്നെയാണ്. നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറയാണ്, നല്ല ബാറ്ററിയാണ്, നല്ല പെർഫോമൻസ് ആണ്. ഓൾറൗണ്ടഡ് ഫോൺ, നല്ല ഫോണാണ്, യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസൊന്നും തന്നെ പറയാനില്ല. 15,000 രൂപ റേഞ്ചിലെ ഒരു ബെസ്റ്റ് റിയൽമി ഫോൺ തന്നെയാണ്. സോ ഇനി ഈ ലിസ്റ്റിലെ അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ ഐക്യൂയുടെ C7s 5G എന്ന ഫോണാണ്. IQ C7s 5G എന്ന് അത്ര ആൾക്കാർക്ക് അറിയാത്തൊരു മോഡലാണ്. കാരണം IQ അതിന് മുമ്പേ IQ C7 എന്ന ഫോൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇറക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ പാടാണ് അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇത് ഇറക്കിയത്. അപ്പം ഇത് അത്രത്തോളം ഒന്നും ഹിറ്റായിട്ടില്ല, പക്ഷേ നല്ല ഫോൺ തന്നെയാണ്. എന്ന് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിനാണ് ബിൽഡ്, കാണാൻ നല്ല രസമുണ്ട്, നല്ലൊരു പ്രീമിയം ലുക്കായുള്ള ഫോൺ തന്നെയാണ്. ദെൻ ഡിസ്പ്ലേ 6.38 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ വിത്ത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. ദെൻ ക്യാമറ 64 MB പ്രൈമറി ക്യാമറ, ഒരു 2 MB മാക്രോ വരുന്നുണ്ട്. 16 MB ആണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ അലൈനായിട്ടുള്ള പഞ്ച് ഹോളായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നീട് പെർഫോമൻസ് Qualcomm Snapdragon 695 എന്ന പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴയ ഒരു ചിപ്സെറ്റാണ്, പക്ഷേ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള പ്രോസർ തന്നെയാണ്. അങ്ങനെ മോശം പറയാനില്ല. പക്ഷേ കുറേ നാൾ മുൻപേ ഇറങ്ങിയ ഫോണും കുറച്ച് ആയി ഇറങ്ങിയിട്ട് അത് ലേറ്റസ്റ്റ് ഒന്നും തന്നെയല്ല, എന്നാലും പ്രോസർ അതിനും കാട്ടി മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പ്രോസർ കുറച്ചും കൂടെ പഴയതാണെന്നേ ഉള്ളൂ, പക്ഷേ പെർഫോമൻസ് ഒന്നും കുഴപ്പമൊന്നുമില്ല. ദെൻ ബാറ്ററി 5000 mAh ബാറ്ററിയും 4500 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഫോണിൽ ഈ റേഞ്ച് ഫാസ്റ്റ് ചാർജിങ് വേറൊരു ഫോണും പറഞ്ഞില്ലല്ലോ, ഇതിന് മാത്രമേ ഉള്ളൂ. അപ്പം ബാറ്ററി കുറച്ച് കുറവാണെന്നേ ഉള്ളൂ, പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അപ്പം അത് നമുക്കത് തൃപ്തിപ്പെടാം. ദെൻ പ്രൈസ് 8GB 128GB ആണ് ബേസ് മോഡൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 15,999 ആണ്. ഓഫർ ടൈമിൽ നമുക്ക് 15 താഴെ കിട്ടും. അപ്പം അതിലൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ IQയുടെ ഒക്കെ ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിൽ തന്നെ വിവോ T2 എന്ന ഇതിൻ്റെ സെയിം ഫോൺ കൂടിയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പരിഗണിക്കുക. അതിപ്പം ഞാൻ നോക്കുന്ന സമയത്ത് അങ്ങനെ കറക്റ്റ് പ്രൈസ് കാണിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പക്ഷേ ഇതിൻ്റെ സെയിം പ്രൈസാണ്, അതെ സെയിം പ്രൈസാണ്, വലിയ വ്യത്യാസം എന്തായാലും വരില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, സെയിം ആയിട്ട് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡിസൈൻ്റെ കാര്യത്തിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിവോയുടെ വേണോ IQ വേണോ, രണ്ടും ബ്രാൻഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെയിം ബ്രാൻഡ് തന്നെയാണ്, പേര് മാത്രമേ വ്യത്യാസമുള്ളൂ, ഡിസൈനും. അപ്പം ഇതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രൈസും കൂടെ നോക്കാം, കുറേ ഇറങ്ങിയതുകൊണ്ട് തന്നെ പ്രൈസിൽ ചെറിയ വ്യത്യാസം എന്തായാലും ഉണ്ടാകും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് മാത്രം വാങ്ങാം. ഇനി ഈ ഒരു ലിസ്റ്റിലെ ലാസ്റ്റ് ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടോറോയുടെ Moto G54 5G എന്ന ഫോണാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് ബിൽഡ് കൊടുത്തിട്ടുള്ളത്. കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻ്റ് ആയിട്ടുള്ള ലുക്ക് തരുന്നുണ്ട്. മോട്ടോറോള ഫോൺസൊക്കെ വരുന്ന ആ ഒരു സെയിം ലുക്ക് തന്നെയാണ്. 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS LCD ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ എല്ലാ ഫോണും സൂപ്പർ AMOLED ആയിരുന്നു, അല്ല AMOLED ഡിസ്പ്ലേ ആയിരുന്നു പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ LCD ഡിസ്പ്ലേ ആണ്. സോ അതിന് വലിയൊരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റാണ് ഞാൻ ഈ ഒരു ഫോൺ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ട് ലാസ്റ്റാണ് ഈ ഒരു ഫോൺ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് 15 MB പ്രൈമറി ക്യാമറ, പിന്നീട് 2 MB മാക്രോ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 16 MB ആണ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ അലൈനായിട്ടുള്ള പഞ്ച് ഹോളായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നീട് പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മിയൽടെക്കിൻ്റെ ഡയമൻസിറ്റി 7020 എന്ന പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ എല്ലാ ഫോണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രോസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണിലാണ്. അതായത് ഇതിൻ്റെ ആൻറ്റു ബെഞ്ചുമാർക്ക് സ്കോർ പറയുകയാണെങ്കിൽ 4,17,000 എബോ ആയിട്ടാണ് വരുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് എത്രയാണെന്ന് ഊഹിക്കാമല്ലോ. അപ്പോൾ അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസറാണ്. ഗെയിമിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പോകാവുന്നതാണ്, മോട്ടോറോള ഫോണിലേക്ക് ഗെയിമിങ്ങിനാണെങ്കിൽ മാത്രം.
പിന്നീട് ബാറ്ററി 5000 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ മാത്രമേ ചാർജർ വരുന്നുള്ളൂ. അപ്പം അതും ഒരു വലിയ പോരായ്മയാണ് ഈ ഒരു റേഞ്ചിൽ. ഇനി പ്രൈസ് പറയുകയാണെങ്കിൽ 8GB 128GB വേരിയൻറ്റ് പ്രൈസ് ആണെങ്കിൽ 13,999 ആണ്. പൈസയും അത്രയും വരുന്നില്ല, എന്നാലും ആ ഒരു അമോലെഡ് ഡിസ്പ്ലേ ഇല്ല, അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് കുറവ്, അത് മാത്രമേ ഒരു കുറവായിട്ട് പറയാനുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ബെസ്റ്റ് തന്നെയാണ്, യാതൊരു വിധത്തില മോശം പറയാനില്ല. അപ്പം ഗെയിമിങ്ങിനാണെങ്കിൽ മോട്ടറോള ഫോണിലേക്ക് പോകുന്നതിനും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ, ആ ഡിസ്പ്ലേ ഒഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പം ഇത്രയും ഫോൺസാണ് ഈ ഒരു റേഞ്ചിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഫോണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് കൂടാതെ തന്നെ വേറെ ഒരുപാട് ബ്രാൻഡിൻ്റെ ഫോൺ വരുന്നുണ്ട്, ഇന്ത്യൻ ബ്രാൻഡും ചൈനീസ് ബ്രാൻഡൊക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല, ആ ഒരു ബ്രാൻഡൊന്നും തന്നെ. അപ്പം ഇതിനെക്കാട്ടി സ്പെസിഫിക്കേഷൻസ് ആ ഒരു ബ്രാൻഡ് ഫോൺസിൽ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ സർവീസ് എങ്ങനെ, അതുപോലെ തന്നെ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ്, അതിലൊക്കെ കുറച്ചൊരു ആ ഒരു നല്ലൊരു സെറ്റപ്പിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ഫോണിൻ്റെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പം എന്താ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ അതിൻ്റെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും ആ ഒരു ബ്രാൻഡ് ഫോൺസിൻ്റെ വീഡിയോസൊന്നും ചെയ്യാറില്ല. കാരണം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിൻ്റെ എങ്ങനെയായിരിക്കും, അതിൻ്റെ പിന്നീടുള്ള, അതായത് ഫസ്റ്റ് ആ സ്പെസിഫിക്കേഷൻ മാത്രമല്ല പിന്നീടുള്ള യൂസിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കറക്റ്റായിട്ട് അറിയുന്നില്ല. അപ്പം ഇത്രയും ഈ ഒരു 5 ഫോണാണ് ഞാനിപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺസ് എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ഫോൺസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.